وعنده مفاتح الغيب وعنده مفاتح الغيب لا يعلمها إلا هو وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. മനുഷ്യൻ എത്ര ദുർബലനാണ്, മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ചവൻ എത്ര വലിയ ഉന്നതനാണ്. കാശിന് വേണ്ടിയാണ് മനുഷ്യൻ കൊലപാതകങ്ങൾ വരെ നടത്തുന്നത്, അല്ലേ? മാതാപിതാക്കളെ വരെ ശ്വാസം മുട്ടിച്ച് മനുഷ്യൻ കൊല്ലുന്നത് നാണയത്തുട്ടുകൾക്ക് വേണ്ടി മാത്രം. കടകമ്പോളങ്ങൾ കുത്തിത്തുറക്കുന്നത്, കൊള്ളകൾ നടത്തുന്നത് എന്തിന്? ശ്വാസം എപ്പോൾ നിലക്കുമെന്ന് പോലും അറിയാത്ത ഒരു ജീവിതത്തിന് വേണ്ടി. എന്നാൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം നോക്കണേ, വഇൻദഹു മഫാതിഹുൽ ഗൈബ്. ഒരു കണ്ണും കാണാത്ത, ഒരാളും അറിയാത്ത, ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത അദൃശ്യമായ ലോകത്തിന്റെ ഖസാനകൾ, ഖജനാവുകൾ ആ പടച്ചവന്റെ കയ്യിലാണ് അവയുടെ താക്കോലുകളുള്ളത്. ആ പടച്ചവനിലേക്കൊന്ന് കൈയുയർത്തി ഒന്ന് മനസ്സു തട്ടി ദുആ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ദുർബലമായ നമ്മുടെ ഈമാന് കൊണ്ട് ഹറാമിലേക്ക് പോവുകയല്ലേ, പലിശ ഇടപാടുകളിലേക്ക് പോവല്ലേ. എന്തിനും പണയം, എന്തിനും ബാങ്കിനെ ആശ്രയിച്ചിട്ട്, എന്തിനും പലിശയെ ആശ്രയിച്ചിട്ട്. ഒന്ന് പടച്ചവനോട് ഒന്ന് ഖിയാമുൽ ലൈലിൽ എഴുന്നേറ്റ്, റബ്ബേ കടക്കാരനാണ് റബ്ബേ, അല്ലാഹുവേ അല്ലാഹുമ്മ അൻതൽ ഗനി, നീ സമ്പാദ്യമുള്ളവനാണ്, നീ ഗനിയാണ്, നീ മുതലാളിയാണ് റബ്ബേ. വ അനൽ ഫഖീർ, ഞാൻ ഫഖീറാണ് റബ്ബേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. റബ്ബേ നീ എനിക്ക് അനുഗ്രഹം തരണം. പടച്ചവനോട് നമുക്ക് ചോദിക്കാൻ നേരമില്ല. ഒരു ബാങ്ക് മാനേജറെ അപ്പോയിൻമെൻ്റ് എടുത്ത് കൂടെ ഇരുന്ന് കസേരയിട്ട് 2 മണിക്കൂർ നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും നമ്മുടെ ദാരിദ്ര്യവും വിശദീകരിച്ചു കൊടുത്ത് ഒരു ലോണ് പാസ്സാക്കി തരാൻ കയ്യും കാലും പിടിച്ച് മനുഷ്യരുടെ പിന്നാലെ നടക്കാൻ നമുക്ക് സമയമുണ്ടല്ലേ? റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അല്ലാഹുമ്മ അഗ്നിനി എന്ന് പറയാൻ നമുക്ക് നേരമില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അല്ലാഹുമ്മ അഗ്നിനി അൻ ഹറാമിക്. പടച്ചവൻ അല്ലാഹുമ്മ അഗ്നിനി, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. പടച്ചവനെ എനിക്ക് ഹറാമ് വേണ്ട റബ്ബേ, എനിക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം താ. പടച്ചവനെ എനിക്ക് തിന്മകൾ വേണ്ട, എനിക്ക് നിനക്ക് ത്വാഅത്ത് ചെയ്യണം, എനിക്ക് തൗഫീഖ് താ. പടച്ചവനെ മനുഷ്യരുടെ ഔദാര്യം എനിക്ക് വേണ്ട റബ്ബേ, നീയായിട്ട് എനിക്ക് നിന്റെ ഔദാര്യം എനിക്ക് താ. വബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് ചോദിക്കാൻ മനുഷ്യന് സമയമല്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. പടച്ചവനല്ലാതെ ആ ഖസാനകളുടെ മിഫ്താഹുകളെ കുറിച്ച് പടച്ചവനല്ലാതെ അറിയില്ല. ആ റബ്ബിനോട് ഒന്ന് കൈയുയർത്തി ചോദിക്കാൻ അടിമകൾക്ക് സമയമില്ല. അടിമകൾ ഓടുന്നത് അടിമകളിലേക്ക്, മനുഷ്യൻ ഓടുന്നത് മനുഷ്യന്റെ മുമ്പിലേക്ക്. മനുഷ്യന് സബബാണ്, ഞാൻ അതിനെ നിഷേധിക്കുകയല്ല. അള്ളാഹു അസ്ബാബുകളെ കൊണ്ട് നടത്തുന്ന ലോകമാണിത്. അസ്ബാബുകളുണ്ട് ഇവിടെ, പക്ഷേ മുസബ്ബിബിനെ മറന്നുകൊണ്ട് അസ്ബാബുകളിലേക്കല്ല നമ്മൾ പോകുന്നത്, മുസബ്ബിബിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഒരു മുസ്ലിമും ഇസ്ലാം അംഗീകരിക്കാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ ആ ഗിഫ്റ്റ് കൊണ്ട് സന്തോഷിക്കുന്നു മനുഷ്യൻ, അല്ലേ? ഒരു മുഅ്മിൻ ഈ ഗിഫ്റ്റ് എനിക്ക് തന്നതിൻ്റെ നിമിത്തമാരാണ്, ആ ആൾക്ക് ശുക്ർ ചെയ്യുന്നു മുഅ്മിൻ. ഇതാണ് മുഅ്മിനും മുഅ്മിനല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും ശുക്ർ ചെയ്യുന്നവരാണ്, എല്ലാവരും ശുക്ർ. മനുഷ്യൻ ജന്മന നന്ദി ചെയ്യുന്നവനാണ്. ആ നന്ദി വസ്തുവിനോട് നന്ദി ചെയ്യുന്നവരുണ്ട്, ആ വസ്തുവിൻ്റെ നിമിത്തമായ സബബായ മുസബ്ബിബായ ഒരു പടച്ചതമ്പുരാന് ശുക്ർ ചെയ്യുന്നവരുണ്ട്. 2 ശുക്റും വേണം. മനുഷ്യർക്ക് നന്ദി ചെയ്യണം, മുസബ്ബിബായ അല്ലാഹുവിനെ നന്ദി ചെയ്യണം. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. ഭൂമിയിൽ, ബർറ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്ന് മാത്രമല്ല, ഭൂമിയുടെ അന്തരീക്ഷം പോലും ഭൂമിയുടെ ഭാഗമാണ്.
ഇവിടെ നിന്ന് മേലോട്ട് 80 കിലോമീറ്ററോ 400 കിലോമീറ്ററോ നീളുന്ന ഭൗമിക അന്തരീക്ഷ മണ്ഡലമടക്കമുള്ളതാണ് ഭൂമി, അറുത് എന്ന് പറയുന്നത്. ഇതൊന്നും അറുതിൻ്റെ പുറത്തല്ല. ആ അന്തരീക്ഷത്തിലാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത്, മനുഷ്യൻ നടക്കുന്നത്, മനുഷ്യൻ ഓടുന്നത്. ബർറും ബഹറും, ബഹറും അറുതിൻ്റെ ഭാഗമാണ്. എല്ലാം അള്ളാഹുവിനറിയാം. എന്തിനേറെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അള്ളാഹു അറിയാതെ ഒരു മരത്തിൻ്റെ ഇല പോലും പൊഴിഞ്ഞു പോകുന്നില്ല. ആരെങ്കിലും കണക്കെടുക്കുന്നുണ്ട് എത്ര ഇലകൾ ഇവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ദിവസം, ഒരു രാവിലെ? അള്ളാഹുവിൻ്റെ അടുത്ത് കണക്കുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇരുൾ മുറ്റി നിൽക്കുന്ന ഭൂമികക്കുള്ളിൽ എത്ര നനഞ്ഞതുണ്ട്, ഉണങ്ങിയതുണ്ട് എന്ന് പോലും കൃത്യമായ രേഖകളാൽ രേഖപ്പെടുത്തിയവനാണ് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു ജല്ല ജലാലു എല്ലാം രേഖപ്പെടുത്തി വെച്ചവനാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മനുഷ്യൻ അംഗീകരിക്കുകയും മനസ്സുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യാൻ ഇനിയും എന്താണ് താമസം? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. കാരുണ്യവാനായ അല്ലാഹുവിലേക്ക് ഒന്ന് കൈയുയർത്താനും പടച്ചവനെ ഒന്ന് ഓർക്കാനും ഒരു നേരം ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 100 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഒരു 33 തവണ സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. ഉറങ്ങുമ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ 33 തവണ ഒന്ന് ചൊല്ലാൻ എന്തേ നിനക്ക് നേരം കിട്ടാത്തത്? അല്ലാഹു ചോദിക്കുകയാണ്, മാ ഗർറക ബിറബ്ബികൽ കരീം, നീ നിന്റെ കരീമിനെ മറന്ന് ഓടുകയാണല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിന്റെ ഒരു ദുആഇന് പോലും കാത്തിരിക്കാൻ നേരല്ലാണ്ട് മനുഷ്യൻ ഓടുകയാ പള്ളിയിൽ നിന്ന്. എന്ത്, എവിടേക്കായി ഓടുന്നത്? ഖജനാവുകളുടെ താക്കോലുകൾ പിടിച്ചു നിൽക്കുന്ന റബ്ബിന്റെ മുമ്പിൽ നിന്ന് ദഈഫായ ദുർബലനായ തന്നെപ്പോലെ മരണം കീഴടക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് ഒച്ചാനിച്ചു നിൽക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ തദറുഅൻ വഖുഫിയ, പേടിച്ചുകൊണ്ടും ഖേദിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും പടച്ചവന്റെ മുമ്പിലിരുന്ന് കണ്ണുകൾ നനയാൻ മനുഷ്യന് സമയം കിട്ടുന്നല്ലേ? നമ്മൾ നോക്കണം, വല്ലാത്തൊരു ലോകമാണിത്. എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം സമയമില്ല. മൊബൈൽ ഫോൺ ഇരിക്കാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, സിനിമ കാണാൻ സമയമുണ്ട്, 3-4 മണിക്കൂറുകൾ നീളുന്ന ക്രിക്കറ്റ് മാച്ചുകൾ കണ്ടിരിക്കാൻ സമയമുണ്ട്. പടച്ചവന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം നമുക്ക് സമയമില്ല. നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണ്ടയോ? എവിടേക്കാണ് നമ്മൾ ഈ ഓടുന്നത്? ബഗ്ദാദിൽ നിന്നൊരു കവി, അന്ദുലുസ് എന്ന് പറയുന്നത് സ്പെയിനിന് പറയുന്ന പേരാണ്. സ്പെയിനിലേക്ക് ബഗ്ദാദിൽ നിന്ന് യാത്ര ചെയ്ത ഒരു കവിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം പോയത് കടക്കണിയിൽപ്പെട്ടിട്ടാണ്. കടം കൊണ്ട് കുടുങ്ങിയിട്ട് അന്ദുലുസിയൻ രാജാവിനെ ചെന്ന് പുകഴ്ത്തി പാടിയാൽ അദ്ദേഹം പൈസ തരുമെന്ന് വിചാരിച്ച് അദ്ദേഹം ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്ര ചെയ്തു. ഇബ്നു സുറൈഖ് എന്നാണ് ആ കവിയുടെ പേര്. ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് എത്ര ദൂരം കാണും? അദ്ദേഹം പോകേണ്ടത് ഫലസ്തീൻ വഴി, സീനാ മരുഭൂമി വഴി ഈജിപ്തിലേക്ക്, കൈറോവിലേക്ക് കടന്ന് ലിബിയയും അൾജീരിയയും കടന്ന് അങ്ങ് മൊറോക്കോയുടെ ടാൻജിയറിലേക്ക് എത്തി അവിടെ നിന്ന് ബോട്ട് കടന്നിട്ട് വേണം അന്ന് സ്പെയിനിലേക്ക് പോകാൻ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ ചെലവുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള കാശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്തു. ഇബ്നു സുറൈഖുൽ ബഗ്ദാദി എന്തിനാ പോകുന്നതെന്നറിയോ? അന്നത്തെ ഇന്നത്തെ സ്പെയിൻ, അന്ദുലുസ് എന്നാണ് അതിന് പറയാ. അറബിയിൽ അന്ദുലുസ് എന്ന് പറയുന്നത് സ്പെയിനാണ്. അൽമാനിയ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ചില വാക്കുകൾ സാമ്യതയില്ലാത്ത വാക്കുകൾ. മൊറോക്കോക്ക് മഗ്രിബ് എന്നേ പറയുള്ളൂ. നമ്മൾ മഗ്രിബ് ഇഷാ നിസ്കാരത്തിന്റെ പേരാന്ന് വിചാരിക്കും. മഗ്രിബ് മൊറോക്കോയാണ്. അസ്ബാനിയ എന്ന് പറയുന്ന
സ്പെയിൻ, അന്തുലുസ്. ഒരുപാട് പണ്ഡിതന്മാരുള്ള നാടാണ്. മുസ്ലിം പണ്ഡിതരിൽ വലിയ പ്രതിഭാധനരായ ആലിമീങ്ങൾ കഴിഞ്ഞുപോയ നാടാണ് അന്തുലുസ്. മുസ്ലിം സ്പെയിൻ എന്ന് പറയുന്ന 600 കൊല്ലത്തെ ലെഗസി കാത്തു സൂക്ഷിച്ച ഒരു രാജ്യം. ഇബ്നു സുറൈഖ് ബഗ്ദാദിൽ നിന്ന് യാത്രയായി. പോകുന്ന ചെലവും കഴിച്ചിട്ട് ഒരുപാട് സംഖ്യ ഈ രാജാവ് കൊടുക്കും. അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ബഗ്ദാദിൽ വന്ന് കടം വീട്ടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തതാണ്. മനുഷ്യനെ കൊതിക്കുമ്പോൾ, മകളെ കല്യാണം വരുമ്പോൾ ലിസ്റ്റ് ഇടുകയാണ്. ജേര് എന്തായാലും 1 ലക്ഷം തരും. ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ മിനിമം ഒരു 50,000 കിട്ടുമായിരിക്കും. പിന്നെ അവിടെ ചെന്നാൽ ഈ ലിസ്റ്റൊക്കെ ഇട്ട് ചെന്ന് നോക്കുമ്പോൾ 1 ലക്ഷം തരുമെന്ന് പറഞ്ഞ ആളെ കാണാൻ തന്നെ അല്ല, 50,000 പറഞ്ഞ ആൾ 500 രൂപ തന്ന് വിട്ടു. ഇങ്ങനെ ഒരു മനുഷ്യന് സംഭവിച്ചാൽ എന്തായിരിക്കും? അതാണിവിടെ ഇബ്നു സുറൈഖ് അൽ ബഗ്ദാദിക്ക് സംഭവിച്ചത്. അദ്ദേഹം സ്പെയിനിലെത്തി, പാട്ടം കെട്ട് പാടി തുടങ്ങി. രാജസദസ്സിൽ പേരുകേട്ട ബഗ്ദാദിയായ കവിയാണ് ഈ വന്നിരിക്കുന്നത്. പാട്ടങ്ങ് ജോറായിട്ട് പാടി രാജാവിനങ്ങ് പുകഴ്ത്തിയിട്ടങ്ങ് തലയിൽ കൊണ്ടുപോയി വെച്ച്, കവികളിൽ ചില ആളുകൾ കവിത കൊണ്ട് കൊല്ല ചെയ്യപ്പെട്ടു പോയ, പാട്ട് പാടിയിട്ട് ജീവൻ പോയ ആളുകളുണ്ട്. ആ പാട്ടിന്റെ പരിണത ഫലം കൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ, മുത്തനബിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയാണ്. കവികൾ അന്നത്തെ ഫേസ്ബുക്ക് ലൈവാണ് കവികൾ എന്ന് പറഞ്ഞാൽ. അവരങ്ങ് പറഞ്ഞാൽ പിന്നെ ലോകത്തെല്ലാം എടുത്തെത്തും. അവരാണ് ലൈവിൻ്റെ ആളുകൾ. ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് അന്നത്തെ കവികളാണ്. ഇയാളങ്ങട്ട് പാട്ടുപാടി രാജാവിനെ പുകഴ്ത്തി രാജാവ് സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം തുറന്നു നോക്കുമ്പോൾ ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് വരാനെടുത്ത ചെലവിൻ്റെ 1/4 പോലും ഈ പൈസല്ല. അയാൾക്ക് അങ്ങോട്ട് സങ്കടം പൊട്ടി. അയാൾ സ്പെയിനിൻ്റെ കടലിൻ്റെ മെഡിറ്ററേനിയൻ്റെ ഓരത്ത് വന്നിരുന്നൊരു പാട്ടുപാടി. അപ്പോൾ കൂടെ കുറേ ആൾക്കാരുണ്ട്. അവരത് പാട്ട് കേൾക്കുമ്പോഴേക്കും മനപ്പാടാക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനശ്വരമായ ചില വരികളുണ്ട്. ആ വരികളിൽ അദ്ദേഹം, ഞാനൊരു മനുഷ്യനിൽ എൻ്റെ തവക്കുല് കൊണ്ടുപോയി വെച്ചപ്പോൾ എനിക്ക് സംഭവിച്ചതിൻ്റെ പരിണിത ഫലമേ എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ രക്ഷപ്പെടും, എൻ്റെ കടം വീടുമെന്ന് വിചാരിച്ച് ബഗ്ദാദിൽ നിന്ന് ഇത്ര വരെ യാത്ര ചെയ്തു വന്നിട്ട് ഞാൻ ചെലവഴിച്ച യാത്രാ ചെലവ് പോലും എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ 1/4 പോലും ഇദ്ദേഹം തന്ന സമ്മാനം കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. ഇനി ബഗ്ദാദിലേക്ക് ഞാനെങ്ങനെ തിരിച്ചു പോകും? മനുഷ്യൻ്റെ ഒരു ദുര്യോഗമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പാടിയ ഒരുപാട് വരികളുള്ളൊരു കവിതയുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിക്കുകയാണ്. ഇന്ന സമാന أراه في الرحيل غنى ولو إلى السد أضحى وهو يقطعه وما مكابدة الإنسان واصلة رزقا ولا دعة الإنسان تقطعه. മനുഷ്യൻ അധ്വാനിച്ചിട്ട് ചിലർ പറയില്ലേ, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത കച്ചവടമാണിത്, ഞാൻ അത്രക്ക് അധ്വാനിച്ചിട്ടുണ്ട്. കേൾക്കണോ? നിങ്ങളെക്കാളും അധ്വാനിച്ച ആളുകൾ ഇപ്പുറത്ത് വേറുണ്ട്. അവർക്കിങ്ങനെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അധ്വാനമല്ല, അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ തൗഫീഖും കൂടെ വന്നപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് നിങ്ങളുടെ അധ്വാനം മാത്രമല്ല. വമാ മുകാബദതുൽ ഇൻസാനി വാസിലതുൻ റിസ്ഖൻ വലാ ദഅതുൽ ഇൻസാനി തഖ്തഉഹു. അധ്വാനം കൊണ്ട് മനുഷ്യന് പൈസ കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ബഗ്ദാദിൽ നിന്ന് യാത്ര പോയ ആയിരക്കണക്കിന് കിലോമീറ്ററുകളെ കൊണ്ട് ഇയാൾക്ക് നേട്ടം കിട്ടണമായിരുന്നു. കിട്ടിയിട്ടില്ല. ഖദ് ഖസ്സമല്ലാഹു റിസ്ഖൻ നാസി ബൈനഹും ലം യഖ്ലുഖില്ലാഹു മിൻ ഖൽഖിൻ യുദയ്യിഉഹു. വായ കീറി തന്ന പടച്ചവനുണ്ടോ? മനുഷ്യനെ പട്ടിണിക്കിടുന്നു. ആ പടച്ചവൻ മനുഷ്യന്റെ റിസ്ക് ആകാശലോകത്തെ ലൗഹുൽ മഹ്ഫൂദിനപ്പുറത്ത് പടച്ചവൻ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്തിനാണ് മനുഷ്യൻ ഈ നെട്ടോട്ടമോടുന്നത്? ലകിന്നഹും കല്ലഫൂ ഹിർസൻ ഫലസ്ത തറാ മുസ്തർസിഖൻ വസിവൽ ഗായാതി തഖ്തുഖ്നിഉഹു. അള്ളാഹുവിൻ്റെ ഖിസ്മത്ത് ചോദിക്കാതെ, പടച്ചവനോട് റിസ്ക്കിനെ ആവശ്യപ്പെടാതെ, ഒരു ദുആ കൊണ്ട് പോലും അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കാതെ, എൻ്റെ അധ്വാനം മാത്രം, എൻ്റെ കഴിവ് മാത്രം, എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം, എൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രം, എനിക്ക് എക്സാമിൽ കിട്ടിയ മാർക്ക്, ഈ മാർക്ക് ഷീറ്റ് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടൂ
എന്ന് വിശ്വസിച്ചവർ ഫലസ്തതറാ മുസ്തർസിഖൻ വസിവൽ ഗായാതി തുഖ്നിഉഹു, സർട്ടിഫിക്കറ്റ് കൊണ്ട്, ക്വാളിഫിക്കേഷൻ കൊണ്ട്, കഴിവുകൾ കൊണ്ട്, സിദ്ധി കൊണ്ട് റിസ്ക് ലഭിക്കാത്ത എത്ര ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. അസ്തൗദിഉല്ലാഹ ഫീ ബഗ്ദാദ ലീ ഖമറാ ബിൽഖർഖി മിൻ ഫലകിൽ അസ്റാരി മത്ലഉഹു, ബഗ്ദാദിലെ എൻ്റെ കടങ്ങളെല്ലാം ബാക്കി വെച്ച് എൻ്റെ അതിസുന്ദരിയായ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും അവിടെ ഇട്ടേച്ചു പോന്ന ഞാൻ എങ്ങനെയാണ് ഇനി ബഗ്ദാദിലേക്ക് തിരിച്ചു പോകുന്നത്? വകം തശബ്ബത ബി ഉമിർ റഹീലി ളുഹൻ വഅജ്മുഇ മുസ്തഹില്ലാതുൻ വഅജ്മുഉഹു ലാ അക്ദബല്ലാഹു സൗബൽ ഉംരി മുൻഖരിഖുൻ അന്നി ബിഫർഖതിഹി ലാകിൻ ഉറഖിഉഹു. അല്ലാഹു നൽകുന്ന നിഅമത്തല്ലാതെ, പടച്ചവൻ നൽകുന്ന ഔദാര്യമല്ലാതെ എന്താണ് മനുഷ്യൻ ഇവിടെ ബാക്കിയുള്ളത്? ഞാൻ കൊതിച്ചുപോയി ഒരു രാജാവിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. എന്നിട്ട് നിരാശയല്ലാതെ എന്താണ് എനിക്ക് ബാക്കിയുണ്ടായത്? എന്തേ? ഖസാനകളുടെ വഇൻദഹു മഫാതിഹുൽ ഗൈബ്, എല്ലാറ്റിൻ്റെയും ഖസാനകളുടെ ഉടമസ്ഥനായ റബ്ബിലേക്ക് മുഖം തിരിക്കാതെ, എൻ്റെ റബ്ബിനോടൊന്ന് പറയാതെ, എൻ്റെ റബ്ബിനോടൊന്ന് ആവശ്യപ്പെടാതെ, മനുഷ്യൻ്റെ കീശയിലേക്ക് നോക്കിയിട്ട് മനുഷ്യരെനിക്ക് തരും, എൻ്റെ മുതലാളി തരും, നാട്ടുകാർ തരും എന്ന് വിചാരിച്ച് നടന്നിടത്ത് ഞാൻ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് പറഞ്ഞ് ഇബ്നു സുറൈഖിൽ ബഗ്ദാദിയുടെ വരികൾ. അതുപോലെ ഒരു അബദ്ധം പറ്റുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് പണ്ഡിതന്മാർ അവരുടെ രേഖകളിൽ ഈ പാട്ടുകളൊക്കെ രേഖപ്പെടുത്തിയത്. ഇത് മനുഷ്യന് സംഭവിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കുന്നു, നടന്നില്ല, നടക്കണമെന്നില്ല. എന്തേ? ഖസാനകളുടെ ഉടമസ്ഥൻ അല്ലാഹുവാൻ. കഴിവുകളുടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ മനുഷ്യന് കഴിവില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യൻ പടച്ചവനിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ജനാബിൽ നിന്ന് മനുഷ്യൻ ഓടുന്ന ഓട്ടമാണ് പാപങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് ചെന്ന് പതിക്കുന്നത്. തെറ്റുകൾ എന്ന് പറയുന്നത് കുല്ലു ജരീമത്തിൻ ഷഖ്ഖുൻ ഫിൽ അർദ്, മഹാന്മാർ പറയാൻ, എല്ലാ തിന്മകളും ഈ ഭൂമിയെ പിളർത്തുന്നത് പോലെയാണ്. ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ഭൂമി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിളർപ്പിലേക്ക് മനുഷ്യൻ വന്ന് വീഴുകയാണ്. അതുകൊണ്ട് തിന്മകളെ ഉച്ചാടനം ചെയ്യപ്പെടുന്ന ഒരു ലോകം, അത് സ്വപ്നം കാണുക അല്ല നമ്മൾ ചെയ്യുന്നത്, പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകന്മാരത് ചെയ്തവരാണ്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു നൂഹ് നബിയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദഅവത്ത് ചെയ്തോ? ദഅവതു ഖൗമി ലൈലൻ വനഹാറ, എൻ്റെ സമൂഹത്തെ റബ്ബേ രാവിലും പകലിലും ഞാൻ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, മെല്ലെയും ഉറക്കയും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും ഞാൻ അവരിൽ ഇടപെട്ടിട്ടുണ്ട് റബ്ബേ. എന്നല്ലാതെ നൂഹ് നബിയെ 950 കൊല്ലം കൊണ്ട് 80 ആളില്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, എണ്ണം താ എന്നല്ലാഹു ചോദിക്കില്ലെന്നാണ്. നമ്മുടെ ജഹദ്, നമ്മുടെ തകല്ലുഫ്, നമ്മൾ ചെയ്ത അധ്വാനത്തിനാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. റിസൾട്ട് അല്ലാഹുവാണ് നൽകുന്നത്. പുണ്യനിബിതങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കെ, മദീനയിൽ ജീവിച്ചിരിക്കെ അവിടെ ഹബീബിനെ വിശ്വസിക്കാതെ പോയ ആളുകളില്ലേ? മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ്, പ്രതിഫലം നൽകുന്നത് അല്ലാഹുവാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് തിന്മകൾ എന്ന് പറയുന്ന മഹാപാതകങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണുന്ന അവസ്ഥ വരരുത്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് എല്ലാ തെറ്റുകളും ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട്? ആരെയാണ് നമ്മൾ ധിക്കരിക്കുന്നത് എന്ന് നോക്കണം. ഇത് ചെറിയ തെറ്റല്ലേ, ഇത് കറാഹത്തല്ലേ ഉള്ളൂ, ഇത് സഗീറത്തല്ലേ, ഇത് വൻപാപൊന്നും അല്ലല്ലോ എന്ന് പറയരുത്. ലാ തൻദുർ ഇലാ സിഗരിൽ മഅസിയ വൻദുർ ഇലാ അളമതി മൻ തഅസി. ആരെയാണ് നമ്മൾ ധിക്കരിക്കുന്നത് എന്ന് നോക്കണേ. തെറ്റിൻ്റെ ചെറുപ്പ വലുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്. ഈ തെറ്റ് ആർക്കെതിരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ആൾ ആരാണ്? അത് അല്ലാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ട് കുല്ലു സഗീറത്തിൻ ഇൻദൽ മുഅ്മിനി കബീറ, ഒരു വിശ്വാസിയുടെ കണ്ണിൽ ഏത് ചെറുതെറ്റും വലിയ തെറ്റ് തന്നെയാണ്. തിന്മകളെ തിന്മകളല്ലാതെയായി കാണുന്ന ഒരു കാലം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്.
തിന്മകൾ ഇന്ന് സുലഭമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വവർഗഭോഗം എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും മോശപ്പെട്ട തിന്മ ഹബീബിൻ്റെ കാലഘട്ടത്ത് ഇസ്ലാമിക ലോകത്ത് കണ്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അത് മദീനയിലല്ല. ഇസ്ലാമിക ലോകത്തേക്ക് പല സംസ്കാരങ്ങളിലുമുള്ള ആളുകൾ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അറേബ്യയുടെ പുറമെ നിന്ന് കടന്നു വന്ന ചില വിഭാഗം ആളുകൾ അവരുടെ മുൻ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ മുൻ ജീവിതത്തിൽ ചെയ്തു പോന്നിരുന്ന ചില തിന്മകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒട്ടിച്ചേർന്ന് കടന്നിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ പുറത്തു വരികയുണ്ടായി. ഞാനിത് പറയുമ്പോൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, ആണുങ്ങൾ പെണ്ണിൻ്റെ കോലം കെട്ടുന്നത്, പെണ്ണുങ്ങൾ ആണിൻ്റെ കോലം കെട്ടുന്നത്, ആണും ആണും കല്യാണം കഴിക്കുന്നത്, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ നിയമം, ആ നിയമം എന്തോ ആ നിയമത്തിനനുസരിച്ച് ആർക്കും ഇവിടെ ജീവിക്കാം. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു മുസ്ലിം അവൻ്റെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തിന്മകൾ തിന്മകളാണ്. തിന്മകളെ ഒരുപാട് തവണ കാണുമ്പോൾ അത് തിന്മയല്ലാതായി മാറുന്നുണ്ടോ? എത്ര നിസ്സാരമായിട്ടാണ് ഗെയ്സ് ആൻഡ് ലെസ്ബിയൻസ് എന്ന് പറയുന്ന ലിവാച്ച് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. സ്വല്ലല്ലാഹു ഇന്ന മിൻ അമാറാത്തിസ് സാഅ അൻ യക്തഫിയ الرجال بالرجال والنساء بالنساء ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ വിവാഹം വേണ്ടെന്ന് മനുഷ്യൻ പറയുകയും ഒരു പുരുഷൻ എനിക്കൊരു പുരുഷനെ മതിയെന്നും ഒരു പെണ്ണെനിക്കൊരു പെണ്ണിനെ മതിയെന്നും പറയുന്ന ഒരു കാലം അന്ത്യനാളിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യരാശി കാണേണ്ടി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങളുടെ കോടതിയുടെ മുമ്പിൽ ഒരു ലിവാച്ചിന്റെ വിഷയം വന്നപ്പോൾ, ലിവാച്ച് എന്ന് പറയുന്നത് സൊഡോമി എന്ന് പറയുന്നത് പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വളരെ മ്ലേച്ഛമായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത തിന്മയാണത്. ആ തിന്മ ഉസ്മാൻ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ മശ്വറ വിളിച്ചു, സ്വഹാബത്തിന്റെ ഷൂറ വിളിച്ചു. കാരണം ഇത്തരമൊരു വിഷയം ഫി അഹദി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾ ജീവിച്ചിരിക്കെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലുമില്ല, ഉമർ തങ്ങളുടെ ഖിലാഫത്തിലും ഇങ്ങനൊരു വിഷയം വന്നിട്ടില്ല. കോടതിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗെയ്സ് വിഷയം വന്നത്, ഒരു ഹോമോസെക്ഷുവാലിറ്റിയുടെ വിഷയം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഇസ്ലാം എത്ര ഗൗരവത്തിലാണ് തിന്മകളെ കാണുന്നത് എന്ന് നമ്മുടെ തലമുറകൾ അറിയണം, മനസ്സിലായി. ഇതൊക്കെ തമാശയാണോ? തമാശയായിട്ട് ഇത്തരം വീഡിയോകളും ചർച്ചകളും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ എത്ര ലാഘവത്തോടുകൂടെയാണ് നമ്മളതിനെ കാണുന്നത്. ഒരു മുസ്ലിം അതിനെ വീക്ഷിക്കുന്നതിന് ചില പാരാമീറ്ററുകളുണ്ട്. ഇവിടെ സ്വതന്ത്ര ജീവികളുണ്ട്, സ്വതന്ത്രപക്ഷക്കാരുണ്ട്, മതമില്ലാത്ത അവരെന്തോ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ലക്കും ദീനുക്കും വലിയ ദീൻ. നമ്മൾ അവരിലൊന്നും ഇടപെടാൻ വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിങ്ങളുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകാം. മുസ്ലിം ഉമ്മത്ത് ഇസ്ലാം അനുശാസിക്കുന്ന വിധം ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളോട്, അവരോട് ഞാൻ പറയാം, ഈ വിഷയം ഗൗരവമാണ്. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മശ്വറ വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് ആ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. കാരണം മഹാനായ അലിയാർ തങ്ങൾ വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ നഗരമുണ്ടെങ്കിൽ ആ നഗരത്തിന്റെ കവാടമാണ്. അലിയാർ തങ്ങളോട് ചോദിച്ചു, മാ ഹദ്ദുൽ ലൂത്തി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ലൈംഗിക വീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എന്ത് ശിക്ഷയാണ് നടപ്പാക്കേണ്ടത്? കാരണം ഈ വിഷയം നബി തങ്ങളുടെ കാലത്തോ സിദ്ദീഖ് തങ്ങളുടെ കാലത്തോ ഉമർ തങ്ങളുടെ കാലത്തോ ഈ ഒരു വിഷയമായി വന്നിട്ടില്ല. അതിൻ്റെ ശിക്ഷ പ്രത്യക്ഷമായി നബി തങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സ്വഹാബത്ത് ഇജ്തിഹാദ് ചെയ്യുകയാണ്. അവിടെ ഒരു ഹുക്ം ഇസ്തിംബാത്ത് ചെയ്യുകയാണ്. അവിടെ ഖിയാസ് നടപ്പാക്കപ്പെടുകയാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ
സ്വഹാബത്ത് മനസ്സിലാക്കിയതിന്റെ പേരിൽ അവർക്കതിന് നിയമം പഠിക്കാൻ കഴിഞ്ഞു. കാരണം അള്ളാഹുവിന്റെ ദീൻ പരിപൂർണമാണ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കേസുകൾ, ഓരോരോ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്ലാമിൽ ഖുർആനിൽ രേഖപ്പെട്ടു എന്നല്ല അതിനർത്ഥം. കാരണം കേസസ് ആർ അൺലിമിറ്റഡ്. ലോകത്ത് വരുന്ന പ്രശ്നങ്ങൾ അൺലിമിറ്റഡാണ്. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അള്ളാഹുവിന്റെ കലാമിലും ഹബീബിന്റെ സുന്നത്തിലുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം പരിപൂർണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ആ നിയമം ഇവിടെ അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി കൊടുക്കുകയാണ്. യാ അമീറൽ മുഅ്മിനീൻ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇരിക്കുന്നുണ്ട്. ഉസ്മാൻ തങ്ങളാണ് ഈ വിഷയം ചെയർ ചെയ്യുന്നത്. മഹാനവറുകളുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുന്നത്. അലിയാർ തങ്ങളുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരുണ്ട്. പ്രഗത്ഭരായ സ്വഹാബിമാർ മുഴുവനും ആ സംഘത്തിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ വിഷയം പറഞ്ഞു തുടങ്ങി. ലം യഖ്തരിഫ് ഹാദിഹിൽ ജരീമ ഇല്ലാ ഖറിയത്തുൻ വാഹിദ. ഒരേ ഒരു നാട്ടുകാര് മാത്രമാണ് പുരുഷൻ പുരുഷനെ, സ്ത്രീ സ്ത്രീയെ എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ഈ തിന്മ ചെയ്തതായി വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഫറഫഅഹല്ലാഹ്. ആ സമൂഹം എന്ന് പറയുന്നത് സൊഡോം ഗൊമറ എന്ന് പറയുന്ന രണ്ട് നാടുകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഫസ്അലിൽ ഖറിയത്തല്ലതി കാനത് ഹാദിറത്തൽ ബഹർ. ചാവുകടലിന്റെ അരികത്ത് താമസിച്ചിരുന്ന രണ്ട് ഗ്രാമക്കാർ. ആ ഗ്രാമത്തിൽ ഒന്നിന്റെ പേര് സദൂം, മറ്റൊന്നിന്റെ പേര് ഗമറ അല്ലെങ്കിൽ ഗമറ. അതുകൊണ്ടാണ് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് സൊഡോമി എന്ന്, ലിവാത്ത് എന്ന ഈ തിന്മയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സൊഡോമി എന്നാണ്. ഹോമോസെക്ഷുവാലിറ്റി. സൊഡോമി എന്ന് പറയുന്നത് നിസ്ബത്തുൻ ഇലാ സദൂം. സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തി പറയുമ്പോഴാ സൊഡോമി എന്ന് പറയുന്നത്. ആ രണ്ട് നാട്ടുകാർ, ഒരു ഖറിയക്കാർ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ ഉമ്മത്തു ദഅവ, അവരായിരുന്നു അത് ചെയ്തിരുന്ന ആളുകൾ. ഫറഫഅഹല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, അവരെ അല്ലാഹു എന്ത് ചെയ്തു എന്നാണ്? റഫഅഹല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൊണ്ട് ആ മണ്ണിനെ അങ്ങ് കീറിയെടുക്കുകയും മേലോട്ട് പൊക്കുകയും ചെയ്തു. അല്ലാഹു മേലോട്ട് പൊക്കി. എന്നിട്ട് ثم ردها على الارض فاهلكها. അവയെ ഭൂമിയിലേക്ക് പതിപ്പിക്കുകയും അങ്ങനെ അവരെ നശിപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ നാട് ഫലസ്തീനിലേക്ക് കടന്ന് ജോർഡാൻ ബോർഡർ കഴിഞ്ഞ് കിങ് ഹുസൈൻ ബ്രിഡ്ജ് കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് കടന്നാൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ, നേരെ പോയാൽ ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലേം, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാവുകടലിന്റെ സൈഡിലൂടെ താബ ബോർഡറിലേക്ക് പോകുന്ന, ഈജിപ്തിലേക്ക് പോകുന്ന റൂട്ടാണ്. ഐലാച്ച് വഴി പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൗജത്തു ലൂത്ത്, ലൂത്ത് നബിയുടെ ഭാര്യ എന്നാണ് ആ ഒരു ബോർഡിന്മേൽ കാണുക. സൗജത്തു ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, വൈഫ് ഓഫ് ലോട്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ട ഉസ്താദുമാരെ കൂടെ ഉണ്ടാവും, യാത്ര ചെയ്തവർ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലമെത്തുമ്പോൾ ഗൈഡുകൾ പറഞ്ഞു തരും, ഇവിടെ കാണുന്ന പാറ, ആ പാറ ലൂത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയെ സൂചിപ്പിക്കുന്നതാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ രൂപം പോലെ തോന്നും, അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ഒരു സ്ത്രീ രൂപം അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ സ്ഥലം നിങ്ങളൊന്ന് നോക്കിയാൽ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള മണ്ണ് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് പോലെയല്ല, കിളച്ച് മറിച്ചിട്ട പോലെയുള്ളൊരു പ്രദേശമാണ് ഇന്നും അവിടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ കൂടിയിരുന്ന് ഒരു വലിയ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. അങ്ങനെ എന്ത് ശിക്ഷ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു വരെ മേലോട്ട് ഉയർത്തുകയും പിന്നെ ഭൂമിയിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്തത്. ഫഅറ, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന നിയമം, അന്ന മൻ സബത അലൈഹി ഹാദാ,
ഇങ്ങനെ ഒരു ചീത്തവൃത്തി ഒരാൾ ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, ഇസ്ലാമിക കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ അല്ലാഹു വരെ ഭൂമിയിൽ നിന്ന് പൊക്കിയെന്നാണ്, എന്നിട്ട് താഴേക്ക് മറിച്ചിട്ടുവെന്നാണ്. അതുകൊണ്ട് ഇത്തരക്കാർ ഉയർന്ന ഒരു സ്ഥലത്ത് വരെ നിർത്തുകയും വയുർമാ മിൻഹു അലൽ അർദ്, ആ മനുഷ്യരെ വ്യഭിചാരത്തിന്റെ ശിക്ഷ പോലെ എറിഞ്ഞു കൊല്ലപ്പെടുന്ന പോലെ ഉയർന്ന സ്ഥലത്ത് നിർത്തിയിട്ടവരെ എറിഞ്ഞു കൊല്ലപ്പെടുകയാണ് വേണ്ടത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇത്തരം ഒരു കേസ് മാത്രമാണ് അവിടെ അറിയപ്പെട്ടത്. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഇങ്ങനെ ഒരു ഉയർന്ന പ്രദേശത്ത് നിർത്തുകയും അങ്ങനെ ആ മനുഷ്യന് ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്തുവെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ അസറുകളിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ലഹദ്ദുൻ വാഹിദുൻ യുഖാമു അലൽ അർദ് ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. ഒരാഴ്ച മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈർ അല്ലാഹുവിൻ്റെ ഒരു നിയമം നടപ്പാക്കപ്പെടലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം നിലകൊള്ളുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി നബിയായി വരുന്നതിൻ്റെ മുമ്പ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സത്യം ചെയ്ത ഉടമ്പടിക്ക് ഹബീബായ നബി തങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. ലഖദ് ഷഹിദ്തു ഹിൽഫൻ ഫിൽ ജാഹിലിയ്യ ലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാം ലഅജബ്ത്. ഞാൻ ജാഹിലിയ്യത്തിൽ ഒരു സംഘം ആളുകളുടെ കൂടെ ഒരു നന്മയ്ക്ക് വേണ്ടി സത്യം ചെയ്ത് ശപഥം ചെയ്ത ഒരു ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ച ആളാണ്. അതുപോലെ ഒരു നല്ല കാര്യം ഇസ്ലാമിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുമോ? എന്താണത്? നബി തങ്ങളുടെ അമ്മായിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കൈകളിൽ അത്തർ പൂശിക്കൊടുത്തിരുന്നൊരു സംഭവമാണിത്. സ്വഹാബിമാർ നബിതങ്ങളും പ്രവാചകരും എന്ന് പറയാൻ നേരമായില്ല. കാരണം നബിതങ്ങൾക്ക് വഹി ലഭിക്കുന്നതിൻ്റെ മുമ്പാണിത്. പ്രവാചകർക്ക് 40 വയസ്സാകുന്നതിന് മുമ്പാണിത്. മക്കയിലേക്ക് അന്ന് കഅബയെ ലക്ഷ്യമാക്കി വരുന്ന ആളുകൾ കൊള്ളയടിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പല ആളുകളുടെയും ബാഗ് നഷ്ടപ്പെടും, പല ആളുകളുടെയും ഒട്ടകങ്ങളെ അറുക്കപ്പെടും. ഇതൊക്കെ നടക്കുമ്പോൾ മഹാനായ നബിതങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ കുറെ ആളുകളെ മക്കയിൽ വിളിച്ചുകൂട്ടി. ഖുറൈശി ചെറുപ്പക്കാർ അവരെ കൈപിടിച്ചുകൊണ്ട് ശപഥം ചെയ്തു, നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും കൊള്ളയടിക്കപ്പെടരുത്, ഒരാളുടെയും സമ്പത്ത് ആരും അപഹരിക്കരുത്, ആരും അന്യായമായി വധിക്കപ്പെടരുത്, ജീവഹാനി സംഭവിക്കരുത്. മനുഷ്യ ജീവന് വിലയുണ്ട്, മനുഷ്യന്റെ സമ്പത്തിന് വിലയുണ്ട് എന്ന് പറഞ്ഞ് മക്കയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരിൽ ഒരു ചെറുപ്പക്കാരനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നബി പോലുമല്ല, പ്രവാചകരായിട്ടില്ല. അങ്ങനെ അവർ കൈപിടിച്ചപ്പോ ആ കൈകൾക്ക് അത്തർ പുരട്ടി കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഈ സംഭവം പറയുമ്പോൾ അൽ മുതയ്യബൂൻ, സുഗന്ധം പുരട്ടിയ ആളുകൾ ചെയ്ത സത്യമാണ് ഹിൽഫുൽ ഫുദൂൽ. ആ സത്യത്തിന്റെ പ്രഖ്യാപനം മക്കയിലേക്ക് വരുന്ന ഒരാളും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാകട്ടെ ആക്രമിക്കപ്പെടരുത്. ആ ഒരു സംഭവത്തിന് സാക്ഷിയായ നബി തങ്ങൾ പറഞ്ഞു, അതുപോലെ വല്ലതും ഈ ഇസ്ലാം അള്ളാഹു പരിചയപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ ഒരു സംഭവം എവിടെയുണ്ടെങ്കിലും ഞാനതിൻ്റെ ഭാഗമാണ്. വലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാമി ലഅജബ്ത്. നോക്കണം, മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇസ്ലാം നിലകൊള്ളുന്നത്. യഗ്സു ജയ്ഷുൽ കഅബ. ഞാൻ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തിന്മകൾ നടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ശിക്ഷ വിധിക്കും. ആ ശിക്ഷയിൽ പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും കരിഞ്ഞു പോകും. നമ്മൾ പറയും തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ? ഒരിക്കലുമല്ല. തെറ്റ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ശിക്ഷയുണ്ട്. പക്ഷേ ഏതൊരു തിന്മക്കും ഒരു ശുഉമുണ്ട് എന്നാണ്, ഒരു അവലക്ഷണമുണ്ട്. ഞാൻ നീട്ടിപ്പറയുകയല്ല, അവസാനിപ്പിക്കുകയാണ്. അവലക്ഷണമുണ്ട്. ആ ശുഉമ് കൂടെയുള്ള ആളുകളെയും ബാധിക്കുമെന്നാണ്. അതിലൊരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഹദീസുകളിലൂടെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒറ്റ ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹൈനിൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്, യഗ്സു ജയ്ഷുൻ അൽ കഅബ. കഅബാലയം പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യം യുദ്ധം ചെയ്യാൻ വരും. ഹത്താ ഇദാ കാനൂ ബിബൈദാ മിനൽ അർദ്.
അവര് ഭൂമിയുടെ ഒരു നിരപ്പായ സ്ഥലത്തെത്തുമ്പോ ഖുസിഫ ബി അവ്വലിഹിം വആഖിരിഹിം, എല്ലാവരെയും അല്ലാഹു ആ നാട്ടുകാരെ മുഴുവനും ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളയും. ഫഖുൽത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. നബിയേ, എത്രയോ സാധാരണക്കാർ, സൂഖ എന്ന് പറയുന്ന സാധാരണക്കാരെ കുറിച്ച് പറയുന്ന വാക്ക, കോമൺ സാധാരണക്കാര്, ഈ സൈന്യമല്ലാതെ ആ നാട്ടിൽ എത്ര പാവങ്ങളുണ്ടാകും നബിയെ, അവരൊക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമോ? കഅബം പൊളിക്കാൻ വരുന്ന ഈ സൈന്യത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുമ്പോ ആ നാട്ടുകാര് മുഴുവനും പെടുമോ നബിയെ? അവിടെ നിസ്കരിക്കുന്നവരുണ്ടാവില്ലേ? വീട്ടിലെ ഉമ്മമാരുണ്ടാവില്ലേ? കളിച്ചു നടക്കുന്ന മക്കളുണ്ടാകില്ലേ? ഉറങ്ങുന്നവരുണ്ടാകില്ലേ? ഈ തിന്മയുടെ ഭാഗമല്ലാത്ത ആളുകളും അവരിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോ യുബഅസൂന അലാ നിയ്യാതിഹിം, ആ തിന്മ കാരണം അല്ലാഹു ശിക്ഷ വിധിക്കുമ്പോൾ അവരതിൽ പെട്ടുപോകും. അതവർക്ക് ശിക്ഷയല്ല, ആ പെട്ടുപോകുന്നത് ഒരു രക്തസാക്ഷിത്വത്തിന്റെ പദവി കൊടുത്ത് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. എന്നാൽ തിന്മ ചെയ്തവർക്ക് അല്ലാഹു ശിക്ഷയാണത്, ശിക്ഷയുടെ തുടക്കമാണത്. തിന്മ ചെയ്യാത്തവർക്ക് അവരുടെ നീയത്തിനനുസരിച്ച് അല്ലാഹു പുനർജന്മം നൽകുകയും ചെയ്യും. നോക്കണം, ഗൗരവമുള്ള വിഷയമാണ് നബി തങ്ങൾ ഈ സൂചിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബനു ഇസ്രായേലുകളിൽ നടന്ന ആ വിഷയത്തിന്റെ തുടക്കം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തിന്മകൾ നടക്കുമ്പോൾ ആ തിന്മകളെ നോക്കി നിന്ന ഒരു സമൂഹത്തെയാണ് അല്ലാഹു ആദ്യമായി പരീക്ഷിച്ചതും അവരിൽ അവ്വലുമാ ബദൻ നഖ്സ്, ഒരു പരാജയം ബനു ഇസ്രായേലുകൾ തുടങ്ങിയതും തിന്മകളെ നോക്കി നിന്നതിൻ്റെ പേരിലാണ്. തിന്മയുടെ ശുഉം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടുകളിൽ അത് പരന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ, നമ്മുടെ സ്ക്രീനുകളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം നമ്മുടെയൊക്കെ ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും വരും. മുഅ്മിനെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബനി ജുദൈമ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചതാ. ഫതഹ് മക്കയ്ക്ക് ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞു സബഅന. സബഅന എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചു എന്നതിന് പറയുന്ന വാക്കല്ല. അസ്ലംന എന്ന് പറയാൻ ബനൂ ജുദൈമക്ക് അറിഞ്ഞിരുന്നില്ല. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ടത്തിൽ ബനൂ ജുദൈമയിലെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അല്ലാഹുവിൻ്റെ ഹബീബ് റബ്ബിലേക്ക് കയ്യുയർത്തി വാക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഖാലിദ്. ഇത് തിന്മകൾ നടക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കാണ്. പടച്ചവനെ, ഞാനതിൻ്റെ ഉത്തരവാദിയല്ല റബ്ബേ, ഞാനതിന് എനിക്ക് ബന്ധമില്ല റബ്ബേ. പടച്ചവനെ, ഞാനതിൽ ആരുമല്ല പടച്ചവനെ, ഞാൻ നിരപരാധിയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഖാലിദ്. ഖാലിദ് ഈ ചെയ്ത പണിയിൽ നിന്ന് റബ്ബേ, ഇത് എൻ്റെ വകയല്ല പടച്ചവനെ, ഞാൻ നിരപരാധിയാണ് കേട്ടോ റബ്ബേ, ഖാലിദിനോട് ചോദിച്ചാൽ മതി എന്നാണ് ആ വാക്കിനർത്ഥം. ഖാലിദ് റളിയല്ലാഹു അൻഹു താണുകയാണ്, വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് തരൂ നബിയെ. സബഅന എന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല നബിയെ, എനിക്കതിനർത്ഥം മനസ്സിലായില്ല അവരുദ്ദേശിച്ചത്. എനിക്ക് മാപ്പ് തരൂ റസൂലേ. അത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഇസ്തഗ്ഫറ ലഹ്, തങ്ങൾ മാപ്പ് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹല്ലം ഇബ്നു ജുദാമ സ്വഹാബികളിൽ നബി തങ്ങൾ ശപിച്ചിട്ടുള്ളൊരു സ്വഹാബിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുഹല്ലം ഇബ്നു ജുദാമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പക്ഷേ ഹബീബിൻ്റെ ശാപം കിട്ടി മരിച്ചുപോയ ആളാണ്. മുഹല്ലം ഇബ്നു ജുദാമയുടെ വിഷയമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ദറബ്തും ഫിൽ അർദ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഈ സ്വഹാബിയെ മുഹല്ലം ഇബ്നു ജുദാമ എന്നവരെ ഒരു എക്സ്പെഡിഷനിൽ പറഞ്ഞയച്ചപ്പോൾ അഷ്ജഅ ഗോത്രത്തിലെ ആമിറുൽ അഷ്ജഇ എന്ന് പറയുന്ന ആൾ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ മുഹല്ലം ഇബ്നു ജുദാമ തങ്ങൾ ആ സലാം പറയുന്ന ഒരു മനുഷ്യൻ വിശ്വാസിയാണ് എന്ന് ബോധിക്കാത്തത് കൊണ്ടല്ല, ളുൽമൻ വഉദ്വാന. ഈ ആമിറുൽ അഷ്ജഇ മുതലാളിയായിരുന്നു. അയാളുടെ സമ്പത്തും ഒട്ടകവും പിടിച്ചു പറ്റാൻ വേണ്ടി അദ്ദേഹം അവിശ്വാസിയാണെന്ന് ചാപ്പകുത്തി അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ആ കൊലപാതകം കേട്ടുകൊണ്ട് നബി തങ്ങൾ ഞെട്ടിത്തെരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഹല്ലം ഇബ്നു ജുദാമയെ വിളിച്ചിട്ട് മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തഗ്ഫിർ ലി മുഹല്ലം ഇബ്നു ജുദാമ, മുഹല്ലം ഇബ്നു ജുദാമക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വഹാബിക്ക് മാത്രമാണ്. നീ പുറത്തു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, മാ ഖാലഹാ ഇല്ല ഇസ്തിആദതൻ മിനസ് സൈഫ് വമാ ഖതൽതുഹു ഇല്ലാ വഹുവ കാഫിർ. നബിയെ, അദ്ദേഹം ഒരു കാഫിറായിരുന്നു. യുദ്ധമല്ലേ, ആ കുഫറിന്റെ പേരിൽ നടക്കുന്ന യുദ്ധത്തിന്റെ അവസരത്തിൽ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം വാളിനെ പേടിച്ചു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. സ്വന്തം തിന്മയെ ന്യായീകരിച്ചു മുഹല്ലം ഇബ്നു ജുദാമ. പുണ്യനബി തങ്ങൾ ഉടനെ പറഞ്ഞു, അല്ലാഹുവേ, മുഹല്ലം ഈ ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല റബ്ബേ, ഈ മുഹല്ലമിന് നീ പുറത്തു കൊടുക്കരുത് എന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു. സ്വല്ലല്ലാഹു, തങ്ങൾ എത്ര വലിയ റഹ്മത്തിന്റെ ആളാണ്. ഒരു മനുഷ്യ ജീവൻ അന്യായമായി പൊലിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് വന്ന ദേഷ്യമാണിത്. അത് മാത്രമോ, ഞാൻ അവസാനിപ്പിക്കട്ടെ, മറവ് ചെയ്തപ്പോ മുഹല്ലം ഇബ്നു ജുദാമയുടെ ശരീരം ഭൂമി തുപ്പുകയാണ് ഉണ്ടായത്. ഖബറിൽ നിന്ന് പുറത്തു വന്നു. രണ്ടാമതും സഹാബികൾ മറവ് ചെയ്തു, ഖബറിൽ നിന്ന് പുറത്തു വന്നു. മൂന്നാമതും മറവ് ചെയ്തു. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നൽ അർള ലതുവാരി മൻ ഹുവ ശർറും മിൻ വലാകിന്നഹാ ആയ. മുഹല്ലം ഇബ്നു ജുദാമ ചെയ്തതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ആളുകൾ ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിലും വലിയ ഫിർഔനുമാർ ഭൂമിയിൽ കുഴിച്ചിട്ടപ്പോ ഭൂമിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട്. മുഹല്ലമിനേക്കാളും തെറ്റ് ചെയ്തവർ ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ മുഹല്ലമിനെ ഭൂമി എറിഞ്ഞത് വലാകിന്നഹാ ആയ, ഇതൊരു ദൃഷ്ടാന്തമാണ്. ഒരു വിശ്വാസിയുടെ ജീവന് വിലയുണ്ട്. ആ ജീവൻ അന്യായമായി ആമിറുൽ അശ്ജഈയുടെ ഒട്ടകം കിട്ടാൻ വേണ്ടി മുഹല്ലം അന്യായമായി കൊല ചെയ്ത തിന്മ, ആ തിന്മക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് നബി തങ്ങൾ പറയുകയും മഹാനവറുകളുടെ ആ സ്വഹാബിയുടെ ജനാസ 2 മലകൾക്കിടയിൽ കൊണ്ടുപോയി വെക്കുകയും കല്ലുകൾ മൂടി വെക്കുകയും ചെയ്യാൻ പറഞ്ഞു എന്നാണ് ചരിത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് ശുഉമുൽ മഅ്സിയ, തിന്മകളുടെ ഗൗരവമാണ്. കൊലപാതകം നടക്കും. എത്ര പള്ളിന്റെ ഉള്ളിൽ കൊലപാതകം, മഹല്ലുകളിൽ പ്രശ്നങ്ങൾ, മിമ്പറിൽ ഖുതുബയോതുന്ന ആളെ പിടിച്ചിറക്കി വിടുന്നത്, മിഹ്റാബുകളിൽ ഒച്ചപ്പാടുകളും ബഹളങ്ങളും, എന്നിട്ട് ആളുകൾ ഫോട്ടോ എടുക്കുക, ലോകത്തിന് മുഴുവൻ അയച്ചു കൊടുക്കുക. കുറെ ആളുകളുടെ പരിപാടി അതാ. ഒരു ഫിത്ന നടക്കുമ്പോൾ ഇടപെട്ടവിടെ പരിഹരിക്കേണ്ടതിന് പകരം നാണം കെടുത്തുന്ന പരിപാടി ചെയ്യാം. അവിടെ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? തിന്മകൾ എത്ര ഗൗരവമാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ തിന്മകളെ കണ്ടില്ലെന്ന് നടിക്കരുത്. തിന്മകൾക്ക് ശുഉമുണ്ട്. ആ ശുഉമിന്റെ ഭാരം ഈ സമൂഹം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഒരൊറ്റ ആയത്ത് ഞാൻ ഓതിയിട്ട് അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായ ബോധ്യം വേണം. മുഹല്ലം ഇബ്നു ജുദാമ യാത്രയിലാണ് ഈ ആമിറുൽ അശ്ജഈ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊന്നത്. വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനാ, നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആളുകളോട് സലാം മടക്കാതെ നീ മുഅ്മിനല്ല എന്ന് നീ പറയരുതേ. ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യം. സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, സലാം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക, സലാം പറഞ്ഞ ഇതൊന്നും നമ്മൾ വരുന്ന സ്വർഗത്തേക്ക് വരുന്ന ആളല്ല, പോട്ടെ, അഹങ്കാരമല്ലേ ഇത്, ഇത് ചെയ്യരുത്. ഖുർആൻ പറയാം, ലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാം, നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്നൊരാൾ പറയുമ്പോൾ ലസ്ത മുഅ്മിന, നീ മുസ്ലിം അല്ലല്ലടോ എന്ന് നാവുകൊണ്ട് പറയണമെന്നതിനർത്ഥമല്ല. മിണ്ടാണ്ടിരിക്കുക, മുഖം തിരിക്കുക, സലാം അടക്കാതിരിക്കുക, നിങ്ങളത് ചെയ്യരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന ആയത്താണിത്. തബ്തഗൂന അറദൽ ഹയാത്തിദ് ദുനിയാ ഫഇൻദല്ലാഹി മഗാനിമു കസീറ, ഐഹികമായ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളെ പാർശ്വവൽക്കരുത്, നിങ്ങളവിടെ ചേർത്ത് നിർത്തണം. നിങ്ങളുടെ സഹായികളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ആത്മബന്ധുക്കളും വിശ്വാസം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ആളുകൾ തന്നെയാണ്. അത്തരം ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഈ മുഹല്ലം ഇബ്നു ജുദാമ തങ്ങളുടെ വിഷയത്തിലാണ് ഇറങ്ങുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകട്ടെ. ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ ആത്മീയവും ആധ്യാത്മികവുമായ ഉന്നതിക്ക് വേണ്ടി
നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് അവറുകൾ അടക്കമുള്ള ഉമറാക്കന്മാർ, അവരുടെ പരിശ്രമങ്ങൾ അള്ളാഹു ജയിപ്പിക്കട്ടെ. ഈ സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ഈ സമൂഹത്തിൻ്റെ കലിമത്തിനെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. നമ്മുടെ സ്വഫുകളെ അള്ളാഹു ഒരുമിച്ച് നിർത്തി തരട്ടെ. നമുക്ക് അള്ളാഹു വഹ്ദത്ത് നൽകട്ടെ. വഹ്ദത്ത് റഹ്മത്താൻ വൽ ഫുർഖത്തു അദാബ്. വേർപിരിയുക എന്ന് പറയുന്നത് അദാബാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.